ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മണിക്കുട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എന്തുകൊണ്ടാ? എന്തോ ഒരു കുഴപ്പം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. രാജു, എന്താ ഒരു ആലോചന? ആലോചനയല്ല, ഒരു ടെൻഷനാ. ടെൻഷനോ? എന്താ അതിന് കാരണം? മണിക്കുട്ടന്റെ ഫോണേ സ്വിച്ച് ഓഫ്. അവൻ മിസ്സിംഗ് ആണോന്ന് എനിക്കൊരു ഡൗട്ട്. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? അനന്തം പിള്ളയല്ലേ എതിരാളി. രാജു, വെറുതെ സംശയിക്കൊന്നും വേണ്ട. മേ ബി ഫോൺ ചാർജ് തീർന്ന് ഓഫായി പോയതാണെങ്കിലോ? അങ്ങനെ സംഭവിക്കാലോ രാജു. അതെ, നമ്മൾ രണ്ടുപേരടുത്തും വീട്ടിലേക്ക് ചെല്ലാൻ സാറ് പറഞ്ഞു. അതിനെന്താ, അത് സന്തോഷമുള്ള കാര്യല്ലേ. നമുക്ക് പോവാം. ഞാൻ റെഡി ആയിട്ട് വരാം. ഇനി ഞാൻ ആ ഡോക്ടറെ കണ്ടത് സാർ അറിഞ്ഞു കാണോ? അപ്പോ നാളത്തെ ഫംഗ്ഷന് നീയും ശേഖരനും വരുന്നില്ലെന്ന് ഉറപ്പിച്ചോ? അത് പ്രഥവേട്ട മറ്റൊന്നും കൊണ്ടല്ല, വീടൊക്കെ പൂട്ടിയിട്ട് വരണ്ടേ. ചേച്ചി എവിടെ? ചേച്ചി വരുന്നുണ്ടോ മനോനൂരിന്? ചേച്ചി വരുന്നുണ്ടെന്നും വരുന്നില്ല എന്നൊക്കെ പറയുന്നു കേട്ടു. ഞാൻ വരുന്നുണ്ട് പ്രതാപ. പക്ഷേ ദീപക്ക് വരുന്നില്ലെന്നാ പറഞ്ഞേ. ആ, അതേതായാലും നന്നായി. വലിയൊരു തലവേദന ഒഴിവായി കിട്ടുമല്ലോ. നീ എന്തിനാ പ്രതാപ അവനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്നേ? എന്തൊക്കെയായാലും ഞാൻ അവനെ പ്രസവിച്ചതല്ലേ, അവന്റെ അമ്മയല്ലേ, നിങ്ങൾ അവന്റെ അമ്മാവന്മാരും അല്ലേ. ഞങ്ങൾ എന്ത് ഉപദ്രവ ചേച്ചി അവനോട് ചെയ്തിരിക്കുന്നത്? അവനെ വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്തു പോയിക്കോട്ടെ. ഏതെല്ലാം തരത്തിൽ അവനെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയതാ. തലവേദനയും നാണക്കേടും അല്ലാതെ അവൻ വേറെ വല്ലതും തിരിച്ചു വന്നിട്ടുണ്ടോ? പ്രതാപ, അവന്റെ കയ്യിൽ കുഴപ്പമുണ്ട്. നിങ്ങളും കൂടി അവനെ ഒന്ന് ഉപദേശിക്കണം, അല്ലാതെ അവനെ വഴക്കു പറയല്ല വേണ്ടത്. കുട്ടികൾ വന്നല്ലോ. സാറെന്താ അത്യാവശ്യമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞ? നിനക്കറിയില്ലേ, എല്ലാ വർഷവും നമ്മൾ നടത്തുന്നതല്ലേ മന്നനൂരിലെ പ്രോഗ്രാം. ആ, നാളെ പോണം. നീയും ഋതികയും കൂടെ ഉണ്ടാവണം. വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? അതൊക്കെ സന്തോഷമുള്ള കാര്യല്ലേ. ശരി. അച്ഛന്റെ പിണക്കം ലേശം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ചുമ്മാതല്ല, ദിവസം 2 നേരം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതൊന്ന് കുറഞ്ഞു കിട്ടാൻ.